என் நெஞ்சில் குடியிருக்கும் വെറും 2 വർഷമായ ഒരു പാർട്ടി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിച്ച കഥ എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പൊളിറ്റിക്സ്, ഇറ്റ്സ് എ മാസ്റ്റർ ക്ലാസ് ഇൻ ബ്രാൻഡ് ബിൽഡിംഗ്. ദളപതി വിജയ് എന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ ബ്രാൻഡ് തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയെ റീബ്രാൻഡ് ചെയ്ത ഒരു ഒന്നൊന്നര കഥ. സ്റ്റോറി ടെല്ലിംഗ് അഥവാ ഒരു പതിറ്റാണ്ട് നീണ്ട പ്രചരണം. കഴിഞ്ഞ 10 വർഷം നടങ്ങിയ ഈ സിനിമകൾ കത്തി, മെർസൽ, ബിഗിൽ, സർക്കാർ, ഈ സിനിമകളുടെ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സിനിമകളെല്ലാം അഡ്രസ് ചെയ്തത് തമിഴ് ജനതയുടെ അല്ലെങ്കിൽ ഒരു സാധാരണ ഇന്ത്യക്കാരന്റെ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുള്ള രാഷ്ട്രീയ കാര്യങ്ങളാണ്. ഇതിലെല്ലാം ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇവരുടെ രക്ഷകനായിട്ട് വിജയെ തന്നെ പ്ലേസ് ചെയ്തു. ഈ സിനിമകളിലെല്ലാം ഉള്ള മറ്റൊരു കോമൺ ഫാക്ടർ, ഈ സിനിമകളെല്ലാത്തിലും ഒരു പ്രസ് മീറ്റോ അല്ലെങ്കിൽ ഒരു ഫയറി സ്പീച്ചോ വിജയ് നൽകുന്നുണ്ട്. ടിവിക്ക് എന്ന പാർട്ടിക്ക് ലോഗോ ഡിസൈൻ ചെയ്യാനായിട്ട് മുമ്പ് തന്നെ ഈ സിനിമകളെല്ലാം വിജയ്ക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്നു. ദെൻ ടൈമിംഗ് ഇസ് എവറിത്തിങ് ഇൻ മാർക്കറ്റിംഗ്. ഒരു സിനിമയ്ക്ക് 200 കോടി പ്രതിഫലം വാങ്ങുന്ന ആ ഒരു പീക്ക് ടൈമിലാണ് വിജയ് തന്റെ മുഴുവൻ സമയ പൊളിറ്റിക്കൽ കരിയറിലേക്ക് ഇറങ്ങുന്നത്. ആൻഡ് ദിസ് ആഡഡ് എ ലെയർ ഓഫ് ക്രെഡിബിലിറ്റി. ദെൻ യൂത്ത് ഫാക്ടർ. 51 വയസ്സുള്ള ഒരാളായിട്ടല്ല വിജയ് വിദ്യാർത്ഥികളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലുള്ളത്. അതുകൊണ്ട് തന്നെ അറ്റ് 51 he didn't feel distant, he felt current. സോ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ബ്രാൻഡ് ബിൽഡിംഗ് എന്നത് ഒരു ചെറിയ സംഭവമല്ല. ഇറ്റ്സ് ഇയേഴ്സ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ഇയേഴ്സ് ഓഫ് കണക്ഷൻ. അദ്ദേഹം വോട്ട് ചോദിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ റോൾ വ്യക്തമായിരുന്നു.